ഹലോ, സ്ഥലം എത്തി. അണ്ണാ ഇന്നലെ പറഞ്ഞാൽ മതി, ഇപ്പോഴാണ് കേട്ടത്. വലിയ തള്ളില്ല, ഒരെണ്ണം വാങ്ങിയാലോ. വിളിക്കട്ടെ, വണ്ടി തിരിച്ച് മലയാറ്റ് കൊടുക്കണം. പിന്നെ വാടേ എന്തായാലും നോക്കിക്കൊണ്ട് നിൽക്കണത്. വാ അണ്ണാ, നമ്മുടെ സിറ്റി പോലെ അല്ലല്ലേ? അതിനിത് കാസർഗോഡല്ലേ? അവൻ്റെ ഒരു കണ്ടുപിടുത്തം. തിന്നാനെന്തുണ്ട്? എന്താ ഉള്ളത്? ദോശ, ഉണ്ട, കൽത്തപ്പം, ഗോളിയജ, ഉള്ളിവജ, പുലാവ്, പലാവ്, കേസരി ഭാത്ത്, ടൊമാറ്റോ ഭാത്ത്, വാങ്ങി ഭാത്ത്, കാരാഭാത്ത്, ഓട്ടുപോള, അട്ടിപ്പോള, ഉണ്ടക്കായി, ബെൻസ്, വായിക്കാച്ചി. എന്തുകൊണ്ട് പറയും? അനിയ 4 കട്ടൻ എടുക്കാൻ പറ്റുമോ? 4 കട്ടൻ മതിയല്ലോ. അണ്ണാ, പിന്നെ ഈ വർണ്ണവനെ വിശ്വസിക്കാവില്ലേ? വലിയ പേര് കേസൊന്നുമല്ലല്ലേ? നിന്നെ പോലെ ഒന്നുമില്ലേ, നമ്മുടെ പയ്യനാണ്. എന്തെങ്കിലും കലിപ്പൊട്ടെ ചങ്ക് പറിച്ച് കൂടെ എന്നുള്ളത്. ഇത്ര എളുപ്പ പയ്യൻ എനിക്കറിയാന്ന്. ഓ, രതീഷ്, കാസർഗോഡ് രതീഷ്. ഹലോ, വണ്ടി ഇടയ്ക്കാൻ കഴിയൂലേ? എങ്ങനെ വേണമെങ്കിൽ മാറ്റി. ഇതിനൊക്കെ എവിടുന്നാ വരുന്നത് മനുഷ്യന്? പിന്നെ വിളി. നമസ്കാരം. നിങ്ങ ബസ്സിനെ വന്നിനി, ഞാൻ മാർക്കറ്റിന്റെ അവിടെ കാത്തു നിന്നിനി. നിങ്ങാടെ ഇറങ്ങുന്നു വിചാരിച്ചു. ബൈക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല. എന്തിനു പറയണത്? ഞങ്ങള് ലോറിയിലാണ് വന്നത്. വരുന്ന ബൈക്ക് സംഗതി ഫോൺ വിളിച്ച് പറഞ്ഞിനപ്പാ. ഉമ്മാന്റെ മയ്യത്തെടുക്കാൻ നോക്കിയാൽ ചവിട്ടിക്കൂട്ടി ചുമലിട്ട് വാൾപോസ്റ്റ് ആക്കണം. എന്നിട്ട് അവനെക്കൊണ്ട് മാപ്പ് പറിക്കണം. അതല്ല വേണ്ടേ? അതല്ലടേ, ചെറുക്കനെ വീട്ടിൽ നിന്ന് പോക്കണം. എന്നിട്ട് അവന്റെ കവാല കുറ്റി വെക്ക് 4 പൊട്ടിക്കണം. എന്നിട്ട് അവന്റെ വണ്ടി കേട്ടിട്ട് തിരുവനന്തപുരത്തേക്ക് നൂത്ത് പോകണം. അതല്ലേ പോലും പറഞ്ഞേ തന്നെ. ഓ ആ ഈടുന്ന് ഒരുത്തനെ പൊക്കി അവിടെ കൊണ്ടുപോയി മാപ്പ് പറിക്കണം. അത് ഞാനേറ്റ് ഫോട്ടോണ്ട. ഫോട്ടോ കാണിക്കടേ. ദാണ്ടേ ആ വാൾപേപ്പറിൽ കാണുന്നതാണോ? നിങ്ങൾ അടുത്ത ബസ്സിൽ കയറി വിട്ടോളി. സംഗതി നടക്കൂല. നിങ്ങൾ സമതെന്ന് കേട്ടിട്ടാ? മംഗലാപുരം സമത്. സമത് പരിചയണ്ടേ? സമതിന്റെ മെല്ലെ പറയും. ആ സമതിന്റെ മോനാണിത്, സൽമാൻ, ദുൽഖർ സൽമാൻ. ഇനി മമ്മൂട്ടിയാണ് ഇതിനൊക്കെ പിന്നില്. അല്ല, അച്ഛൻ. ഈ സമത് എന്ന് പറഞ്ഞാൽ മംഗലാപുരം മുതൽ തിരുവനന്തപുരം വരെ കടൽ പോലെ വ്യാപിച്ച് കിടക്കുകയാണ്. നടക്കൂല. പെട്ടെന്ന് പോയിക്കോളി. പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞു. ആ ചെറുക്കനെ കൊണ്ട് നമ്മൾ ഈ കാസർഗോഡ് നിന്ന് പോവുള്ളൂ. ഞാൻ പിന്നെ ഒരു വാക്ക് കൊടുത്തേണ്. ഞാനും കൊടുത്തു. ഈ ചെറുക്കന്റെ വീട് കാണിച്ചു തരാൻ പറ്റുമോ? ആരെ പോരാ? ആ ചെറുക്കന്റെ വീട് സമതിന്റെ. നിങ്ങൾ വെറുതെ മയ്യത്ത് വിളിച്ചു വരുത്തണം. ചെറുക്കന്റെ വീട് കാണിച്ചു തരാൻ പറ്റൂല. പോരാ, ഞാൻ കാണിച്ചു തരാം. ഈ ഇടവഴിയിലാണ് അതോലോ. ഞാൻ അങ്ങോട്ട് കയറില്ല കേട്ടാ. ഞാൻ പറയാം. ചുമാരി അണ്ണാ, നൈസിന ബാക്ക് മേലിൽ ചാടി അടുക്കള വാരം കൊളുത്തിളക്കി അകത്ത് കയറുന്നു, അവനെ പൊക്കുന്നു, എസ്കേപ്പ്. ഓക്കെ അല്ലേ? ഈ സമയത്ത് ഇതാണോ ഈ പോരയിൽ 10-15 അടുക്കളുണ്ട്. ചെല്ലി. അണ്ണാ, അണിത് എന്തോന്നാ സെക്രട്ടറിയേറ്റ്? ഇതാണ് സമത് ബായിന്റെ പോരാ. ചെല്ലി പോയി തല്ലിട്ട് വരും. സമയം 10:30. നീ അത് പയ്യനുണ്ടോ നോക്കിട്ടോ. ചെല്ലി. ആയി ശരി. എന്നാ പിന്നെ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞ ഞാൻ പോയി തല്ലൂലേനോ? അത് മതിയായിരുന്നു. ആരെങ്കിലും പോടേ. ചെല്ലി. എന്റെ പൊന്നി രതീഷ്, ഞാനൊരു ക്ഷിപ്രകോപിയാണ്. ഞാൻ കൂട്ടി നിങ്ങൾ ക്ഷിപ്ര ഗോപി, സുരേഷ് ഗോപി എന്തെങ്കിലും ആവി പോയി തല്ലിട്ട് വരും. ഞാൻ പല്ല് വെച്ചിട്ടില്ല. ഓ, പിന്നെ സമുദ്രം ഉപയോഗിക്കാനാണല്ലോ പോണത്. അല്ല, വല്ല ഡയലോഗ് അടിക്കണ്ടോന്നാ. സൂക്ഷിക്കണം. മലരെ കാക്കിൽ വെറുതെ ചോരയാക്കണ്ട. രതീഷ് ഡൈ കൺട്രോൾ. ഞങ്ങളെ ചോര ഉദ്ദേശിച്ച്. അണ്ണ എന്താണ് ഇതിലാരുടെ സമത്?
കൊറേ എണ്ണം ഉണ്ടല്ലോ. എവിടെ ക്യാമറ ഉണ്ട് കേട്ടാ? എന്തെണ്ണ അയാളുടെ തലയില്? സോളാർ പാനലാ? മിണ്ടായിരിടി. നീ കല്യാണം വല്ലതും ആണ്? അയ്യോ അയ്യോ, ഇവനും അതൊരു വിട്ടോ 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 എന്തിനെ? കേറ്. എന്തിനെ? എന്താ പഞ്ചായത്ത് പറയണേ? എന്താ പറ്റിയെന്ന് പറയണേ? വണ്ടി കയറേ. എന്താണ് കാര്യം പറ, ഞങ്ങൾ പേടിക്കട്ടെ. അതാ പൈലിനെ ആരോ കിഡ്നാപ്പ് ചെയ്തെന്ന് തിരുവനന്തപുരത്തുള്ള ഏതോ ടീംസ് ആണെന്നാ പറഞ്ഞത്. ചവിട്ടടേ. മാറ്. മാറടേ. എന്താടേ? എന്താ നടന്നത്? അണ്ണാ പൈലിന്റെ തന്ത വിളിച്ചപ്പോ ഫോൺ കട്ട് ചെയ്തെന്ന്. അത് മാത്രമല്ല വീണ്ടും വിളിച്ചപ്പോ ഞാൻ പറഞ്ഞെന്ന്. അയ്യോ, ഏത് നേരത്താണോ നിങ്ങളെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ ആ പുരയിലേക്ക് വരാനൊക്കെ എനിക്ക് തോന്നിയത്. എന്നാലും തിരുവനന്തപുരത്ത് നാലടി പിടിച്ചത്. എന്താടേ? രഘു തന്നെയാടാ മക്കളെ. അമ്മ ഞാൻ ദാ പിങ്കുവിനെ കാണാൻ ജനലാശുപത്രി വരെ വന്നതാണ്. യവന്മാര് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മാമ ഒരു സെക്കൻഡ് രഘുണ്ണ ഇവിടെ ആശുപത്രി വെച്ച ആളുകളാണ്. ഈ ചെറിയ കാര്യത്തിന് എന്തിനാ ഇത്രേ? അതൊക്കെ പോട്ട് പോയ കാര്യം എന്തായി? ഹലോ, ഞാൻ സമദ്. എൻ്റെ മോൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കൂടെ ഇപ്പം ആരൊക്കെയുണ്ടെന്ന് മനസ്സിലായല്ലോ. രഘു, ഒരു കാര്യം ചെയ്യും. നാളെ രാവിലെ വരെ സമയം. രാവിലെ നിസ്കാരം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ സല്ലു എൻ്റെ മുന്നിലുണ്ടാകണം. ഇല്ലെങ്കിൽ സമദ് ആരാണെന്ന് രഘു അറിയും. വലിയ ഡേലോട് നിർത്താതെ. നിന്റെ മോനെ പൊക്കിയത് ഞങ്ങളല്ല. പറഞ്ഞാ നീ വിശ്വസിക്കൂലെന്നറിയാം. ഇതുകൂടെ കേള്. രാവിലെ നിസ്കാരം കഴിഞ്ഞ് നിൽക്കുമ്പോ നിന്റെ മോൻ നിന്റെ മുമ്പിൽ കാണും. അത് വേറെ കേസ്. പിന്നെ എന്റെ അമ്മയെ ചേർക്കിന് നീയൊക്കെ പറിക്കുകയും മാന്തു എന്തൊക്കെ ചെയ്തെന്ന് അറിഞ്ഞ സമതേ, രഘു ആരാണെന്ന് നീ അറിയും കേട്ടാ.